ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് കേട്ടോ വ്ളോഗായിട്ടിട്ട് ഷോർട്സ് ഇടാറുണ്ട്, പക്ഷെ ഒരു വ്ളോഗ് ഇട്ടിട്ട് കുറേ ദിവസമായി. എന്താണെന്നറിയില്ല, വേറൊന്നല്ലൊരു ചെറിയൊരു മടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ കർക്കിടക വാവല്ലേ. കർക്കിടക വാവായ കാരണം സ്കൂളൊക്കെ ലീവാണല്ലോ, അപ്പോൾ പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് നേരം രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അമ്പലത്തിൽ പോകണം. അപ്പോൾ ഉണ്ണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് അവനും കൂട്ടി പോവാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇന്നിപ്പോൾ ഞാൻ കിച്ചണിലൊന്നും രാവിലെ തന്നെ വെക്കാനൊന്നും നിന്നില്ല. ഞാൻ എണീറ്റ് വന്നപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഗ്രീൻ ടീ ഇട്ടു കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതിയിട്ടാണ്. എപ്പോഴാണ് വരാമെന്ന് അറിയില്ല. ഇവിടെ ശനീശ്വരൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ പോണത്, നമ്മുടെ ഷൊർണൂർ തന്നെ. അപ്പോൾ അവിടെ ഒരു ഇന്ന് എന്തോ നവഗ്രഹ പൂജ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രസാദം വാങ്ങണം. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് വീടൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. തലേദിവസം പിന്നെ ഞാൻ പിള്ളേരൊക്കെ കിടന്നതിൻ്റെ ശേഷം ഒന്ന് അടിച്ചു വാരിയിടും. ഞാൻ തുടയ്ക്കണ സമയത്ത് അങ്ങനെ ചെയ്യുക. തലേദിവസം അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് തുടയ്ക്കാൻ ഈസിയാവും. ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം തന്നെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് വേണം വേഗം പോയിട്ടൊന്ന് കുളിക്കാൻ. മുകൾ ഭാഗം പിന്നെ ഞാൻ എന്നും തുടയ്ക്കുന്നില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അടിച്ചു വാരിയിടും. 2-4 ദിവസം കൂടുമ്പോൾ പോയിട്ടൊന്ന് അടിച്ചു വാരിയിടും. അപ്പോൾ പിന്നെ ഇപ്പം മഴക്കാലമായ കാരണം വലിയ സീനില്ല. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ തുടയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ എത്തിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ണീനെ ഞാൻ വിളിച്ചിട്ട് വേഗം പല്ലേശി കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് അവനെ ബാത്റൂമിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിളക്കാണെങ്കിൽ ഞാൻ വിളക്കും ചന്ദനത്തിരി കത്തിക്കണത് മാത്രം പോയിട്ടൊന്ന് കഴുകി. കാരണം കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ വിളക്ക് എത്തിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാൻ അത് വേറൊരു ദിവസം ക്ലീൻ ചെയ്യാൻ കരുതി. അപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ട് ഞാൻ റെഡി ആയി വന്നു കേട്ടോ. നോക്കിയപ്പോൾ ഉണ്ണിക്കുണ്ടല്ലോ ഇപ്പം ട്രൗസർ ഇട്ടിട്ട് അമ്പലത്തിൽ പോകാനും ഒരു ഇതാണ് കേട്ടോ മടി. ഇത് ഏട്ടൻ്റെ മുണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റ് വെച്ചു, കാരണം മുണ്ടൊക്കെ അവന് കറക്റ്റായി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സമാജം, നമ്മുടെ എവിടെയാണ്, ഷൊർണൂരാണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണതിൻ്റെ അവിടെയായിട്ടാണ് കേട്ടോ ഈ അമ്പലം. നല്ല രസമാണ് കേട്ടോ. ഈ അമ്പലത്തേക്ക് പോകുമ്പോൾ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മറ്റേ ആയുർവേദ സമാജമൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉള്ള കാരണം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി തൊഴുതു. പിന്നെ നമ്മുടെ ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ പുഴ പോണത്. ഭാരതപ്പുഴയുടെ സൈഡാണ് കേട്ടോ. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇപ്പം വെള്ളമൊക്കെ കയറി കിടക്കണ സമയമല്ലേ, അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി പിന്നെ വീട്ടിലെത്തിയപ്പോൾ ചെറിയ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, വീടിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം നനഞ്ഞു കിടക്കണം, ഒരു സൈഡിലേക്ക് മഴ ഇല്ല. അപ്പം ഞങ്ങൾ പറയുക ഇതെന്തത്, മറ്റേത് പഞ്ചായത്തായിരുന്നല്ലോ, ഒരു പഞ്ചായത്തിൽ മഴ ഉണ്ടാവും മറ്റേ പഞ്ചായത്തിൽ മഴ ഉണ്ടാവില്ല, അങ്ങനെയായിരുന്നില്ല. ഇതിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു സൈഡിൽ മഴ ഒരു സൈഡിൽ മഴ ഇല്ല. അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമൊക്കെ കുടിച്ചു കേട്ടോ. കാരണം ഏകദേശം 9:30 ആവാറായി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പാൽപ്പായസം എല്ലാവർക്കും കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കഴിക്കാൻ ഉണ്ടാക്കിയത്. വരുന്ന വഴിക്ക് ഞാൻ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ദോശമാവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ ഇവർക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ പായസം കുടിച്ച കാരണം വലിയ വിശപ്പ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പിന്നെ ലേറ്റായിട്ട് അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ കരുതിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ അവിടെ ചീത്ത പറയുന്നതാണ് ഈ കേൾക്കണത്. ഉണ്ണീനെ തോന്നുന്നു കേട്ടോ, ഗംഭീര ചീത്ത നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ പിന്നെ അങ്ങനെയാണ്, സ്കൂളില്ലാത്ത സമയത്ത് ഞങ്ങൾ മറ്റേ കീരിയും പാമ്പും പോലെ ആവും കേട്ടോ ഞാനും ഉണ്ണിയും. അപ്പോൾ അങ്ങനെ സവാളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാണ് കേട്ടോ ഓംലേറ്റിക്ക് ഉള്ളത്. അപ്പോൾ 3 പേർക്കും ഞാനതന്നെ കഴിക്കാൻ വിചാരിച്ചു. പിന്നെ മടിയായിട്ടാണ്, കാരണം ആ ടൈമായി ഇപ്പോൾ പിന്നെ എല്ലാറ്റിനും മടിയായി. അതിനിടയിൽ സച്ചുതാ എന്തോ ഒരു ക്രാഫ്റ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ നിന്നു. ഉള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും അതൊക്കെ ഇട്ടിട്ട് മറ്റേ കോഴിമുട്ട അടിച്ചു. എന്നിട്ട് നമുക്കറിയാമല്ലോ, അതൊരു പാനിലേക്ക് വെച്ചിട്ട് അത് വേവണേക്ക് മുന്നേ തന്നെ ബ്രെഡ് അതിലേക്ക് അമർത്തി വെക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. എന്നിട്ട് ഒരു 2 ബ്രെഡും കൂടിയിട്ട് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ സച്ചുവിനോട് വെറ്റിച്ച് ഞാൻ. അപ്പോൾ മൂപ്പർക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാകും. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണേക്കാൾ ഇഷ്ടം ഈ ഓംലേറ്റ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിടില്ലേ, പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് കുത്തിപ്പൊരു പോലെ ആക്കില്ലേ, അതാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയത്. ഇവന്മാർക്ക് 2 പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.